ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. കുറെ പേര് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ എഡിറ്റ് എങ്ങനെ ചെയ്യാം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഞാൻ 2-3 ആപ്പിലൂടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്പിലൂടെയാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ അറിയാം അല്ലെ? നമുക്ക് ഷോർട്സിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഫോൺ വെർട്ടിക്കലായിട്ട് പിടിച്ചുകൊണ്ടാണ്. ഓക്കെ, 3 മിനിറ്റിൽ കുറവ് വരികയാണെന്ന് വെച്ചാൽ അത് ഷോർട്സിലേക്ക് പോകും. വെർട്ടിക്കലായി പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ലോങ് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. ഒരുപാട് പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഏകദേശം കുറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ ആയിട്ടും ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റിംഗും തമ്പനെയിലൊക്കെ ചെയ്യാൻ നല്ലൊരു ആപ്പാണ്. ഞാൻ ഇൻഷോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ ഫോട്ടോ കൊളായി എന്ന് കാണും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ന്യൂ ആണ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡ്രാഫ്റ്റിലിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ന്യൂവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീസെന്റ് ക്യാമറ ഞാൻ എടുത്തത് വീഡിയോ ഓൺ ആക്കുന്നുണ്ട്. ഗാലറിയിലോട്ട് പോയിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വേണമെങ്കിൽ ചെയ്യാം. ആദ്യം ഒന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ടിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഷൂട്ട് എന്ന വാട്ടർ മാർക്ക് ഇവിടെ കളയണം ആദ്യം. ഓക്കെ, അതിൽ ഫ്രീ റിമൂവ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് പോയി കിട്ടുന്നതായിരിക്കും, ഫ്രീ റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് കുറച്ച് സമയം എടുക്കും. പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലോങ് വീഡിയോ ആണോ, ലോങ് വീഡിയോയിലാണ് ഇപ്പോൾ കിടക്കുന്നത് 16:9. ഷോർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്കാം. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഷോർട്ട് ആണെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ തന്നെ ആക്കാം. അപ്പോൾ ഞാൻ വെർട്ടിക്കലാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് സൂം ഔട്ടൊക്കെ ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിന് ഇവിടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇതിൽ കണ്ടില്ലേ, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ ക്യാമറ തൊടുന്നതൊക്കെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മ്യൂട്ട് ക്ലിപ്പിൽ പിടിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. 2 ആക്കണമെങ്കിൽ 2 ആക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ നടുവിലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മാറി കിട്ടുന്നതായിരിക്കും. അതേപോലെ ഇങ്ങോട്ടേക്കും വേണ്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ മാറും. അവസാനത്തെ ഭാഗവും വേണ്ടാന്നുണ്ടെങ്കിൽ അതും നമ്മളിപ്പോൾ തൊടുന്നതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, ഇടയിലെ ഭാഗങ്ങൾ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വരുന്നതും അത് നമ്മൾ അടിക്കുന്നത് മാത്രം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അവിടെ പ്രീ കട്ട് എന്ന് കണ്ടില്ലേ, അവിടെ സെലക്ട് ചെയ്ത് കട്ട് സ്പിറ്റ് ഒക്കെ ഉണ്ട്. ഡ്രിമ്മും ചെയ്ത് മാറ്റാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഡ്രിം ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കട്ടായി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും വേണ്ടാത്തുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അണ്ടുവായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ഉണ്ട്. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് പോയി കിട്ടും. വീണ്ടും നമ്മൾ അണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ടെക്സ്റ്റും സ്റ്റിക്കറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് സ്റ്റിക്കർ കൊടുക്കണമെങ്കിൽ അതെടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. നമ്മൾ ഗാലറിയിലോട്ട് പോകും, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ജസ്റ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് അടുത്തത് വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഴുതി കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് വെൽക്കം എന്നോ എന്തെങ്കിലും എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ടെക്സ്റ്റിൻ്റെ കുറേ ഇതുണ്ടാവും, ഓരോന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ളത് വരും കേട്ടോ. റെയിൻബോ കളർ വേണമെങ്കിൽ റെയിൻബോ, അതുപോലെ ലാബിൽ വേണമെങ്കിൽ ലാബിൽ വെച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നമുക്ക് ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ, ഷാഡോ, വെൽക്കം,
അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെയും അതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി കിട്ടുന്നതായിരിക്കും. ഓപ്പാസിറ്റി അതൊക്കെ കൂട്ടിയും കുറച്ചും കൊടുക്കാം, ഗ്ലോ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓപ്പാസിറ്റി പറയുമ്പോൾ അതും ഇവിടെ ഇതിൻ്റെ സ്പേസ് ഇതാണ്, ഒരു ഷാഡോ കൊടുക്കാം. ഉണ്ടല്ലേ ഷാഡോ വരുന്നത്, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, റെഡ് വേണമെങ്കിൽ റെഡ്, എന്ത് ഷാഡോ വേണമെങ്കിലും അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെലക്ട് ചെയ്തിട്ട് വെറുതെ ജസ്റ്റ് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇത് നമുക്ക് ചെറുതാക്കി കൊടുക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ വേണ്ട കൊടുക്കാം. ബാക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ബാക്കിൽ വന്ന് കിട്ടും, വേണമെങ്കിൽ കൊടുക്കാം. അതെ, അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ വരത്തില്ല. സെലക്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ മെയിനായിട്ട് എഫക്റ്റ് കണ്ടില്ലേ, എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് എന്ത് വേണം, ഫിൽറ്ററും എഫക്റ്റും എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എഫക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കണ്ടില്ലേ, അതിൽ എഫക്റ്റ് വരും. ഈ കത്തണ പോലൊക്കെ വരും. അതൊക്കെ പൈസ കൊടുക്കുന്നുണ്ടോ, കുറേശ്ശൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട്. എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതൊക്കെ കൊടുക്കാം കേട്ടോ, അത് കൊടുക്കാം. പിന്നെ എന്താണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആണല്ലേ, ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ലൈറ്റിന് കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ കൊടുക്കാം. കുറേ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഇനി വേണ്ടത് കണ്ടില്ലേ, ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മൂവ്ഡ് സക്സസ്ഫുള്ളി, അങ്ങനെ അതൊക്കെ വരും. കണ്ടില്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ മൂവ്ഡായിട്ട് സക്സസ്ഫുള്ളി അത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ എഫക്റ്റും ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് പൈപ്പാണ്. പൈപ്പിലാണ് നമ്മൾ കൊടുത്തത് മെയിനായിട്ട്, സ്റ്റിക്കർ അല്ലാതെ പൈപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കൊടുക്കാം. കണ്ടില്ലേ, ഒരു ഫോട്ടോ ഞാൻ പൈപ്പിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം. അവിടെ മാസ്ക് കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടൗട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടൗട്ടിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോയി കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, കട്ടൗട്ടിൻ്റെ ഇതിന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും. പിന്നെ മാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, റൗണ്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് അതിലുമായിട്ട് ഇതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടാണ് കൊടുക്കുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മറ്റു ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നോർമലി വേണമെങ്കിൽ നോർമലി എന്ത് വേണമെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാൻ പറ്റും കേട്ടോ. അറിയത്തേ ഇല്ല. കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം ആദ്യം. എന്നിട്ട് സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓരോന്നിൻ്റെയും നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വോയിസ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. വോയിസ് എഫക്റ്റ് നമ്മൾ ഇതിൽ പറയുന്നത് ഓരോ വോയിസ് എഫക്റ്റിൽ വരും. അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അണ്ട് കൊടുക്കാം കേട്ടോ. അതത്രേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ നമുക്ക് ഇനി ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ഭാഗത്ത് ഫ്രീസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ഫോട്ടോ ഫ്രീസായിട്ട് നിൽക്കുന്നുണ്ട്, പൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നമുക്ക് ആ ഫോട്ടോ നമ്മുടെ ഫോട്ടോൻ്റെ കൂടെ തന്നെ വരണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. പൈപ്പ് കണ്ടില്ലേ, പൈപ്പിൽ സെലക്ട് ചെയ്ത അപ്പോൾ നമ്മുടെ ഫോട്ടോ സെലക്ട് ആവും. എന്നിട്ട് അതുകൊണ്ട് ഫ്രീസ് എന്നുള്ള ഒരു ഇതുണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. ഫ്രീസ് കണ്ടില്ലേ, ഫ്രീസായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ഫ്രീസ് അല്ല നമ്മൾ അണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അതിൻ്റെ കൂടെ ചിലപ്പോൾ പോയി കിട്ടും, പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ചെയ്യാം. പിന്നെ വോള്യൂം നമുക്ക് ഫുള്ള് വേണമെങ്കിൽ വെക്കാം. പിന്നെ അതിൻ്റെ വോള്യത്തിൻ്റെ എക്സ്ട്രാക്റ്റ് വോള്യൂം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വേണ്ടെങ്കിൽ ഇതാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വോള്യൂം ഇതിൽ തന്നെ നോയ്സുകളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫുള്ളും കൊടുക്കാം, നോയ്സ് കൊടുക്കാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ വീണ്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇനി ഒരു വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് നമ്മൾ കട്ടാക്കുന്നുണ്ട് അറിയാത്ത പോലെ എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഫോട്ടോ എന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വീഡിയോ നമുക്ക് വന്ന് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ നീക്കിയിട്ട് സ്പ്ലിറ്റും ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് അടിച്ചു വിടുന്നത് പോലെ ആണ് കേട്ടോ. അതേപോലെ അവസാനമൊക്കെ ക്ലിയർ ആക്കുക. നമ്മൾ ക്യാമറ തൊടുന്ന പോർഷനൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് സ്പ്ലിറ്റ് വരുന്നത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ചെറിയൊരു ലൈൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരു സീനും വരുന്നത് പോലെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്രാൻസിഷൻ വന്നത് എങ്ങനെയെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡായിട്ട് ഒരു ചെറിയൊരു ബോക്സിൽ ചെറിയ ബ്ലാക്ക് ലൈൻ ഉണ്ടാവും. അതിന് സൈഡായിട്ടൊരു ലോങ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈൻ പോകുന്നുണ്ടാവും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു ലൈൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താലാണ് വരിക കേട്ടോ.
നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഓരോ സീന് മാറി മാറി വരത്തില്ലേ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അത് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാത്ത ഒരു രീതിയിൽ വരുന്നതായിരിക്കും കേട്ടോ. ഒരു സീന് മാറി അടുത്ത സീന് വരുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറി വന്ന് സേവായി കിടക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ചെറുതാണെങ്കിൽ ഇൻഫർമേഷൻ വലുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. ഹൈപ്പ് കൊടുക്കുമ്പോൾ പോയിന്റ് ആണ് ലഭിക്കുക. പോയിന്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.